ഹലോ ചങ്ങായിമാരെ, കടൽ ഇളകി മറിഞ്ഞ് വരുന്നുണ്ടോ നോക്കിയാ. ഇവിടെ ഇമാതിരി അടിയാണെങ്കിൽ അങ്ങനെയുള്ള അടി എന്തായിരിക്കും. ഇങ്ങോട്ട് ലോങ്ങുള്ള സ്ഥലത്തല്ലേ എൻ്റെ മോനെ. എല്ലാ കടലിൽ പോകുന്ന തൊഴിലാളികളും ദൈവം രക്ഷിക്കട്ടെ. ഇവിടെ ഇമാതിരി അടിയാവുള്ളൂ. നോക്കി കടലിൽ പിന്നെ വെള്ളം മൊത്തം കലങ്ങിയിട്ടുള്ളത്. സാധാരണ ഇതേപോലെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം അടിച്ച് കയറി വരും എൻ്റെ മോനെ. ഏത് ജാതി ഇളക്കം പോയി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, കടലിൽ പോകുന്ന എല്ലാ പണിക്കാർക്കും. നല്ല ഇളക്കാന്ന് കടൽ ഫുള്ള് കലങ്ങിയിട്ടാണ് ഉള്ളത്. വീട് ഈ എഫക്റ്റ് ആണെങ്കിൽ അങ്ങുള്ള എഫക്റ്റ് എന്തായിരിക്കും. ഇളകി കൂട്ടി മറിയും. നിങ്ങൾ 2 ദിവസം മീലില്ലെങ്കിലും സാറില്ല. കാരണം കടലിൽ പോയി കഴിഞ്ഞാൽ വയന്ന് നായ്ക്കോലം കെടും. ബോട്ടും കൊണ്ട് ജീവൻ പണയം വെച്ച് പോകുന്ന ആൾക്കാരാണ്. അവരെല്ലാം വയന്ന് പോകും. എല്ലാവരും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനുള്ള റിപ്പോർട്ട് അനുസരിച്ച് നിൽക്കാൻ നോക്കുക. ഇനി പണിക്ക് പോകണ്ടെന്നതിനാൽ ആർക്കും ജീവിതം മുന്നോട്ട് പോകില്ല. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, അത്രമാത്രം പറയാൻ കഴിയും. വെറുതെ കാരണം ഇമാതിരി ഇളക്കത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ബോട്ടെല്ലോ എന്തെങ്കിലും അപകടങ്ങളെല്ലാം സംഭവിച്ചു. എല്ലാ അപകടങ്ങളും തൊട്ടും ദൈവം കാത്തുരക്ഷിക്കട്ടെ. ഓക്കെ, സാധാരണ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഈ മാതിരി അടിയൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് ഉച്ചക്കത്തെ അടിയാന്ന് നോക്കിയാൽ. കടലിൽ വെള്ളം മൊത്തം കലങ്ങിയിട്ടാണ് ഉള്ളത്. മൊത്തം എന്നെ വരെ കുളിപ്പിച്ചാണ്. എന്തായാലും പൊളി. എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ എന്ന വിശ്വാസത്തിൽ ക്യാമറാമാൻ സയ്യിദ് മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ ഫുള്ള് കുളിച്ചു പോയി. ഫുള്ള് തന്നെ